ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് മീൻകറി. പക്ഷേ അതിൻ്റെ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ കുറച്ച് പാടും കൂടിയാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ബാച്ചിലേഴ്സിനും കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. ഇതിൻ്റെ ചാറ് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. നാടൻ കറികളിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ കുറച്ച് അധികം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, കാരണം എൻ്റെ കയ്യിലുള്ള മുളക് പൊടി നല്ല എരിവുള്ളതാണ്. അതുകൊണ്ട് വളരെ കുറച്ച് പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളി നിങ്ങൾക്ക് ചതച്ചിടണമെങ്കിൽ ഇടാം. അതൊന്നും മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വരണം. തക്കാളി ഒരുപാട് ഉടഞ്ഞൊന്നും വരണ്ട, ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ മാത്രം മതി. ഇതിലേക്ക് നമ്മൾ 2 കഷ്ണം പുളി 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തിട്ട് അത് രണ്ടും കൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മീൻ ഉപ്പും മുളകും മഞ്ഞളും തേച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇത് ചെയ്യുന്നത് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ മീൻ ഈ മസാലയൊക്കെ എടുത്ത് നന്നായിട്ട് തിളച്ച് ഫ്ലേവറൊക്കെ പിടിച്ച് വരണം കേട്ടോ. ഞാനങ്ങനെ മുഴുവനായിട്ടുള്ള മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് ഓപ്ഷണലാണ്.